ഹായ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പം ഞാൻ നിൽക്കുന്നത് പെരുന്തേനരുവിയിൽ. പെരുന്തേനരുവി ഡാമിൽ നിന്നും വരുന്ന വെള്ളമാണ് കാണുന്നത്. കണ്ടോ? ആ ഷട്ടറിൻ്റെ അതുവഴി വരുന്ന വെള്ളത്തിൻ്റെ കളറ് കണ്ടോ? അതായത് നക്ഷത്രം എങ്ങനെ ഉദിച്ചിരിക്കും അതിനൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അലൂമിനിയത്തിൻ്റെ അത് ഏതാണ് അതിനകത്ത് നമുക്ക് പറയുന്നതെന്ന് എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വെള്ളത്തിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച കണ്ടു. ഈ പ്രേക്ഷകർ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ വന്ന് കാണേണ്ടതാണ്. നമ്മൾ അറിയോ, പെരുന്തേനരുവി എന്ന് പറയും, പത്തനംതിട്ട ജില്ലയാണ്. ഞാൻ നിൽക്കുന്ന തൊട്ട് താഴെ കൂടെ തന്നെ ഒരു ഉണ്ടോ ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോകുന്നുണ്ട്. ഇത് ഒന്ന് പവർ ഹൗസിലേക്ക് പോകുന്ന വെള്ളമാണെന്ന് തോന്നുന്നു. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ വെള്ളത്തിൻ്റെ എന്തൊരു മനോഹാരം കണ്ടോ. ഇത് പറയാൻ എനിക്ക് വാക്കുകളില്ല. അതുപോലെ നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അതിൻ്റെ കളർ കണ്ടോ. നിങ്ങളെ വ്യൂ ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ പറ്റുന്നവരെ കാണിച്ചു തരാം. ഇതാണ് കണ്ടോ. അപ്പോൾ വെള്ളം കൂടുതലില്ല എങ്കിൽ പോലും ഈ കാണുന്നതെല്ലാം പെരുന്തേനരുവിയുടെ പ്രദേശമാണ്. ഓക്കെ, ആ ഇപ്പം നോക്കിയാൽ ബാക്കി പാങ്ങ് കാണിക്കുക ഉണ്ടോ. എനിക്ക് തോന്നുന്നത് ഈ ഡാമിൻ്റെ ഇവിടെ നിന്ന് വരുന്ന വെള്ളം പവർ ഹൗസിലേക്ക് പോകുന്നതാണെന്ന് തോന്നുന്നു. ആണോ, പവർ ഹൗസിലേക്ക് പോകുന്ന കേട്ടോ. ആ പ്രദേശത്തിൻ്റെ ഇവിടെ ഡേഞ്ചർ ഏരിയ ആണ്. കാരണം ഈ ഞാൻ നിൽക്കുന്ന ഏരിയ എന്ന് പറയുമ്പം താഴ്ഭാഗത്തൂടാണ് വെള്ളം ഇങ്ങനെ പോയി. നമുക്ക് ഒരു ഇരുമ്പിൻ്റെ ഒരു വല മാത്രമേ ഉള്ളൂ ഇവിടെ സുരക്ഷയ്ക്ക് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിച്ച് തന്നെ വരണം. ഡേഞ്ചർ ഏരിയ ആണ്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർ ജാഗ്രതയോടുകൂടി വരണം. ഓക്കെ, എങ്കിൽപ്പോലും നിങ്ങൾ വന്ന് കാണുന്നത് നല്ലതാണ് കേട്ടോ. മഴ സമയത്ത് ഈ സമയത്ത് വെള്ളം നിൽക്കുന്ന സമയത്താണ് വരേണ്ടത്. ആ ഷട്ടറിനകത്തൂടെ വരുന്ന വെള്ളമാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, നിങ്ങളെല്ലാവരും വരണം കേട്ടോ. ഈ പെരുന്തേനരുവി വെള്ളച്ചാട്ടം അതുപോലെ പ്രദേശങ്ങൾ കാണാൻ വരിക. ഒരു ടൂറിസം കേന്ദ്രമാകട്ടെ. കാരണം വരുമ്പോൾ നമ്മൾ വനത്തിലൂടെയാണ് വരുന്നത്. വനത്തിലുള്ള എല്ലാ നിയമങ്ങളും പാലിച്ച് വേണം വരാൻ. അതായത് കോട്ടയം ജില്ലയിൽ നിന്ന് വരുമ്പോഴത്തേക്കും മുക്കൂട്ടുതറ ചാത്തന്തറ വഴി പെരുന്തേനരുവിക്ക് വരാം. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്നവർ റാന്നി അത്തിക്കയം വഴി പെരുന്തേനരുവിക്ക് വരാം. ഓക്കെ, ഇത് റൂട്ടിൽ വാഹനം അതായത് ബസ്സുകളൊന്നുമില്ല. അപ്പോൾ അത് 2 കിലോമീറ്ററിനപ്പുറം വരെ ബസ്സുകളുള്ളൂ. ഓക്കെ, നന്ദി. അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം. ഓക്കെ, സൈനർ റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. ഓക്കെ, എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരിക്കൽ കൂടി ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോ കാണുന്നവരെ